ഹായ് ടു ഓൾ, ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്കിൽഡ് വർക്കർ വിസ, ഡിപ്പെൻഡൻറ്റ് വിസ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ അപ്ലൈ ഓൺലൈൻ ആസ് യുവർ പാർട്ട്ണർ ഇൻസൈഡ് ദ UK അത് ക്ലിക്ക് ചെയ്യും. വേറെ ആർ യു പ്ലാനിങ്, അത് ഇംഗ്ലണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ഓപ്ഷൻ കണ്ടിന്യൂ കൊടുക്കുക. ഡു യു ഹാവ് എ കറണ്ട് ഈ യൂണിയനിലെ പാസ്പോർട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഡു യു ഹാവ് എ UK ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്, BRP കാർഡ് ഉണ്ടോ, യെസ് കൊടുക്കുക. അവിടെ BRP കാർഡ് എക്സ്പയർഡ് ആണോ, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് എക്സ്പയർഡ് ലെസ് ദാൻ 80 മിനിറ്റ്സ്, ജൂൺ കഴിയുമ്പം അത് മോർ ദാൻ ആവും. ഹാവ് യു എവർ പ്രൊവൈഡ് യുവർ ഫിംഗർ പ്രിൻറ്റ്സ് ഫോർ എ UK വിസ ആപ്ലിക്കേഷൻ, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെയും BRP കാർഡിൻ്റെയും നെയിം സെയിം ആണോ എന്ന് ചോദിക്കുന്നത്, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നടത്താനായിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഏത് കാറ്റഗറിയിലുള്ള ഫോണിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചിട്ടുണ്ട്. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുത്താൽ മതി. ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ മീ എന്നത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇനി മറ്റുള്ളവർക്കാണെങ്കിൽ സമ്മൺ എൽസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കുന്നു. അവിടെ ഗിവൺ നെയിം സർനെയിം കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. വാട്ട് ഈസ് യുവർ കൺട്രി ഓഫ് നാഷണാലിറ്റി, ഇന്ത്യ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ബയോമെട്രിക്കിൻ്റെ BRP കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൻ്റെ നമ്പറും എക്സ്പയറി ഡേറ്റും കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ മന്ത് ഇയർ ഫോർമാറ്റിൽ കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഒരു സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടാകും. ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക വിത്ത് കോഡ് സഹിതം. നിങ്ങളുടെ മൊബൈലിൽ സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഡു യു വാണ്ട് സമ്മൺ എൽസ് ടു ഹാവ് ആക്സസ് ടു യുവർ അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ആരെങ്കിലും ആക്സസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തുക, ഇല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൈൻ ഇൻ കൊടുക്കുകയാണ്. നമ്മൾ UK അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പം BRP കാർഡാണ് കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ BRP കാർഡ് സെലക്ട് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ BRP പെർമിറ്റ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേ മന്ത് ഇയർ ഫോർമാറ്റിൽ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഡു യു വാണ്ട് ടു റിസീവ് എ സെക്യൂരിറ്റി കോഡ്, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ ഫോൺ നമ്പർ യൂസ് ചെയ്യുന്നു. മൊബൈൽ നമ്പറിൽ ഒരു സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എലിജിബിലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. വായിച്ച് നോക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഈസ് യുവർ പാർട്ണർ ഇൻ ദ UK നൗ, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. വാസ് യുവർ സ്പൗസ് ഓർ പാർട്ണർ ഇൻ ദി UK വെൻ ദേ അപ്ലൈഡ്, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. വാട്ട് വിസ ഹാവ് ദേ അപ്ലൈഡ് ഫോർ, അവിടെ സ്കിൽഡ് വർക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. As your partner being informed they are eligible for a health and care visa, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ചെക്ക് ചെയ്യുക, ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എലിജിബിലിറ്റി പാർട്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തത് കൺഫേം യുവർ ഐഡൻറ്റിറ്റി. ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ UK ഇമിഗ്രേഷൻ ID ചെക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, കണ്ടിന്യൂ കൊടുക്കുക. ഡു യു ഹാവ് ആക്സസ് ടു വൺ ഓഫ് ദീസ് ഫോൺസ്, യെസ് കൊടുക്കുക. നിങ്ങളുടെ
മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് കണക്ഷൻ കോഡെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കും. ആ കണക്ഷൻ കോഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് കണക്റ്റ് കൊടുക്കുക. അത് സൈൻ ഔട്ട് ആവുകയും ചെയ്യും. നമ്മുടെ ആപ്പിലോട്ട് അത് കണക്റ്റഡ് ആവുകയും ചെയ്യും. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ വിച്ച് ഡോക്യുമെൻ്റ് വിൽ യു യൂസ് എന്നുള്ളതിനകത്ത് ബയോമെട്രിക് കൊടുക്കുക. ഇവിടെ സ്കാൻ ചെയ്യാനായിട്ട് ഡോക്യുമെൻ്റ് ബാക്ക് സൈഡാണ് ആദ്യമേ സ്കാൻ ചെയ്യേണ്ടത്. കാർഡിൻ്റെ അതർ സൈഡും കൂടെ സ്കാൻ ചെയ്യുന്നു. കണ്ടിന്യൂ കൊടുക്കുക. VIP കാർഡിലുള്ള ചിപ്പ് ആക്സസ് ചെയ്യേണ്ടതുണ്ട്. അത് ആ ക്യാമറ ഭാഗത്ത് ചിപ്പ് ചേർത്ത് പിടിക്കും. ഇപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ കൊടുക്കുക. സ്കാൻ ഫേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫേസ് സ്ക്രീനിൽ വലത്തേക്ക് വിധത്തിൽ അഭിമുഖമായിട്ട് പിടിക്കുക. അത് കഴിഞ്ഞ് ടേക്ക് യുവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ക്ലിയർ ഇമേജ് ആയിരിക്കണം. ഷാഡോ ഒന്നും വരാൻ പാടില്ല. ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഫോട്ടോ ഇത് മതിയെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ റീടേക്ക് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കാണും. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇങ്ങനത്തെ സൈൻ ഔട്ട് ചെയ്തെടുത്ത് സൈൻ ചെയ്യുക. അവിടെ VRP എന്നുള്ളത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. VRP നമ്പർ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേ, മന്ത്, ഇയർ ഫോർമാറ്റ് കണ്ടിന്യൂ ചെയ്യുക. ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒന്നിലോട്ട്, ഒന്നെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോട്ട് ഒരു സെക്യൂരിറ്റി കോഡ് വരും. അത് സെലക്ട് ചെയ്യണം. ആ സെക്യൂരിറ്റി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇവിടെ കൺഫേം യുവർ ഐഡൻറ്റിറ്റി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ സബ്മിറ്റഡ് എന്ന് വരും. കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് ലിങ്കിങ് കോഡ് ടു ഫാമിലി മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുക. വിൽ എനി അതർ ഫാമിലി മെമ്പേഴ്സ് ബി അപ്ലൈയിങ് ടു സ്റ്റേ ഇൻ ദ UK? നോ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. ഹൗ മെനി അതർ ഫാമിലി മെമ്പേഴ്സ് വിൽ ബി അപ്ലൈയിങ്? 1 കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ ചൈൽഡും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. യുവർ ഫാമിലി ലിങ്കിങ് കോഡ് താഴെ കാണിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അടുത്തത് ഇമിഗ്രേഷൻ അഡ്വൈസർ ഡീറ്റെയിൽസ് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ആർ യു യൂസിങ് ദ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദ UK? നോ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. അടുത്തത് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നിങ്ങളുടെ മെയിൽ ID അവിടെ കാണിച്ചിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് ഫോൺ നമ്പറാണ്. അത് മേളിൽ കാണിച്ചിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. വാട്ട് ഈസ് യുവർ അഡ്രസ്സ്? ഇവിടെ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പോസ്റ്റ് കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. താഴെ ഇവിടെ ഫൈൻഡ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ താഴെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുക. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കൊടുത്ത ആൻസർ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അടുത്തതിൽ അതർ നെയിംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എനി അതർ നെയിംസ് ചോദിക്കുന്നു. നോ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. യുവർ ഐഡൻറ്റിറ്റി കാർഡ് നോ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. യുവർ അതർ നാഷണാലിറ്റീസ് നോ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. ആൻസേഴ്സ് നോക്കുക. ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക.
അടുത്തത് യുവർ ലൊക്കേഷനാണ് ചോദിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്? UK നിന്നാണ്. യുണൈറ്റഡ് കിങ്ഡം സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കൊടുത്തിട്ടുള്ള ആൻസർ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നുമില്ല, അതിനെ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. ഡു യു ഹാവ് എ കറണ്ട് UK വിസ? യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. വാട്ട് എൻട്രി ക്ലിയറൻസ് ഓർ പെർമിഷൻ ടു സ്റ്റേ ഇൻ ദ UK ഡു യു ഹാവ്? ഈ വിസ ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അതർ ഹോം ഓഫീസ് ആപ്ലിക്കേഷൻസ് നോ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. യുവർ സെക്സ് ചോദിക്കുന്നു. മെയിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. യുവർ കൺട്രി ഓഫ് ബർത്ത് ചോദിക്കുന്നു. ഇന്ത്യ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ആ പാസ്പോർട്ട് നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, എക്സ്പയറി ഡേറ്റ്, എല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. യുവർ ഹോം അഡ്രസ്സ് ചോദിക്കുന്നു. അവിടെ യെസ് കൊടുക്കുക. നിങ്ങളുടെ നോ ആണെങ്കിൽ നോ കൊടുത്ത് ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ യെസ് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. എന്ന് മുതൽ താമസിക്കുന്നത് മന്ത് ആൻഡ് ഇയർ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. എബൌട്ട് യുവർ ഹോം ഞാൻ ഐ റെൻ്റ് ടു കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കണം. അവരുടെ ഡീറ്റെയിൽസ് റെൻ്റ് അഗ്രിമെൻറ്റിൽ കാണും. ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. അടുത്തത് പാർട്ട്ണർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ യെസ് ഐ ആം മാരീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. കറണ്ട് പാർട്ട്ണറിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഹാസ് യുവർ പാർട്ട്ണർ എവർ ബീൻ നോൺ ബൈ അനദർ നെയിം? നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. പാർട്ട്ണറിൻ്റെ ടെലിഫോൺ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ കോഡ് സഹിതം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാർട്ട്ണറിൻ്റെ പാസ്പോർട്ട് യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഡു യു ഹാവ് എ പെർമിഷൻ എന്നുള്ളത് വായിച്ച് നോക്കുക. യെസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെയും യെസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം വായിച്ച് നോക്കി ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ അടുത്ത ഓപ്ഷൻ പേരൻ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. യുവർ പേരൻസ് യെസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. എബൌട്ട് യുവർ ഫസ്റ്റ് പേരൻ്റ് ഞാനിവിടെ മദർ ക്ലിക്ക് ചെയ്യുന്നു. മദേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. യുവർ അതർ പേരൻ്റ് ഞാനിവിടെ എസ് കൊടുക്കുന്നു. നിങ്ങൾക്ക് നോ ആണെങ്കിൽ നോ കണ്ടിന്യൂ കൊടുക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ഫാദർ, എന്നിട്ട് ഫാദറിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. പീപ്പിൾ അപ്ലൈയിങ് വിത്ത് യു എന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. സുനികോശ് പണിക്കർ യുവർ പാർട്ട്ണർ ഓൾറെഡി ഹാവ് ദ സ്കിൽഡ് വർക്ക് വിസ? യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ വിസയുടെ എൻഡ് ഡേറ്റ് അറിയാമോ എന്ന് ചോദിക്കുന്നു. യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ വർക്ക് എൻഡ് ഡേറ്റ് കൊടുക്കുക. അത് നിങ്ങളുടെ പുതിയ COSൽ കാണും. അത് നോക്കി ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. പാർട്ട്ണറിൻ്റെ UIN നമ്പർ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നമ്പർ ചോദിക്കുന്നുണ്ട്. പാർട്ട്ണറിൻ്റെ ആപ്ലിക്കേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്ത സമയത്ത് മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിൽ ID കാണും. അത് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. റിനി ഓഫ് സുനികോശി പണിക്കർ യുവർ പാർട്ട്ണർ ചിൽഡ്രൻ അപ്ലൈയിങ് വിത്ത് യു? യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. റിനി ഓഫ് സുനികോശി പണിക്കർ യുവർ പാർട്ട്ണർ ചിൽഡ്രൻ ഓൾറെഡി അപ്ലൈഡ്? നോ. ചൈൽഡ്, ഫസ്റ്റ് ചൈൽഡ് നെയിമാണ് ചോദിക്കുന്നത്. ഗിവൺ നെയിം, സർ നെയിം കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം.
ചൈൽഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ, ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്. കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഡു യു ഹാവ് എനി അതർ ചിൽഡ്രൻ അപ്ലൈങ് വിത്ത് യു, അവിടെ നോ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്തത് പാർട്ണർ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ക്ലിക്ക് ചെയ്യുക. പാർട്ണർക്ക് COs ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ പാർട്ണറിൻ്റെ COs നമ്പർ ചോദിക്കുന്നുണ്ട്. അത് ആ COs കാണും. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. വർക്ക് സ്റ്റാർട്ട് ഡേറ്റ് ആണ് ചോദിക്കുന്നത്. അതും COs കാണും. ഡേ, മന്ത്, ഇയർ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ വർക്ക് എൻഡ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. പാർട്ണറിൻ്റെ SOC കോഡാണ് ചോദിക്കുന്നത്. ഇതും നിങ്ങൾ COs കാണും. അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. SOC കോഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. US പാർട്ട്നേഴ്സ് ജോബ് ഓൺ ദി ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം വായിച്ച് നോക്കി ചേഞ്ചസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ഓപ്ഷൻ ഫിനാൻഷ്യൽ മെയിൻ്റനൻസ്. യുവർ പാർട്ട്നേഴ്സ് എംപ്ലോയർ അഗ്രീഡ് ടു സർട്ടിഫൈ യുവർ ഫിനാൻഷ്യൽ മെയിൻ്റനൻസ്, യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ COs കാണും. ഇവിടെ ആൻസർ ചെക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ ട്രാവൽ ഹിസ്റ്ററിയാണ്. ടൈം ഇൻ ദ UK, നമ്മളിവിടെ UK ടോട്ടൽ സമയം. ഇവിടെ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദ UK, യെസ് കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ്, ടൈം സ്പെൻഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഏത് കൺട്രിയിലായിരുന്നു, എന്ന് മുതൽ ഇന്ന് വരെ എന്നുള്ളത്, അതിൻ്റെ കാരണവും അത് ടൈപ്പ് ചെയ്യാം. ഇനി അതർ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദ UK, യെസ് കൊടുക്കുന്നു. നിങ്ങൾ പിന്നെ യാത്ര ചെയ്തില്ലെങ്കിൽ അവിടെ നോ കൊടുത്താൽ മതി. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, അവിടെ യെസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നു. രണ്ടാമത് എന്തിന് പോയെന്നുള്ളത്, ഏത് രാജ്യത്ത് പോയി, എന്ന് മുതൽ ഇന്ന് വരെയാണ്, അതിൻ്റെ കാരണസഹിതം കൊടുക്കുക. പിന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ പറയുന്ന കൺട്രിയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് 0 കൊടുക്കുന്നു. നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര തവണ യാത്ര ചെയ്തെന്നുള്ളത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് വേൾഡ് ട്രാവൽ ഹിസ്റ്ററി, അവിടെ യെസ് കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് നോ ആണെങ്കിൽ നോ ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് യുവർ വേൾഡ് ട്രാവൽ ഹിസ്റ്ററി, അത് ഏത് രാജ്യത്താണ്, എന്തിനു വേണ്ടിയായിരുന്നു, എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി അതർ വേൾഡ് ട്രാവൽ ഹിസ്റ്ററി ചോദിക്കുന്നത്. നിങ്ങൾ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഞാനിവിടെ വേറെ യാത്രയൊന്നും ചെയ്തിട്ടില്ല, നോ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ UK, ഇവിടെ നോ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. നാഷണൽ ഇൻഷുറൻസ് നമ്പേഴ്സ് ചോദിക്കുന്നു, യെസ് കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. യുവർ നാഷണൽ ഇൻഷുറൻസ് നമ്പർ, അത് നിങ്ങളുടെ VRP കാർഡിൻ്റെ ബാക്ക് സൈഡിൽ കാണും. അത് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങൾ യെസ് ഓർ നോ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. പബ്ലിക് ഫണ്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുക. അടുത്തത് ക്രിമിനാലിറ്റി, ക്ലിക്ക് ചെയ്യുക. ഇമിഗ്രേഷൻ ഹിസ്റ്ററി താഴെ കൊടുത്തുള്ള വായിച്ച് നോക്കുക, ഉചിതമായി തിരഞ്ഞെടുക്കുക. ഞാനിവിടെ നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുന്നു. ബ്രീച്ച് ഓഫ് UK ഇമിഗ്രേഷൻ ലോ, നോ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. എന്തെങ്കിലും പെനാൽറ്റീസ് വരുത്തിയിട്ടുണ്ടോ ചെക്ക് ചെയ്യുക, നോ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. വാർ ക്രൈംസ്, നോ കൊടുക്കുക. ഐ ഹാവ് റീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷൻ ആൻഡ് വ്യൂസ് എല്ലാം നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് വ്യൂസ് എല്ലാം നോ കൊടുക്കുക. പേഴ്സൺ ഓഫ് ഗുഡ് ക്യാരക്ടർ, താഴെ കാണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എല്ലാം നോ കൊടുക്കുന്നു. എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി വായിച്ച് നോക്കുക, ഞാൻ നോ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾ കൊടുത്ത ആൻസേഴ്സ് എല്ലാം വായിച്ച് നോക്കി തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും.
അടുത്തത് അക്കൗണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്. ഇവിടെ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 3 സെറ്റിൽ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് ആൻസർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് അയച്ചു നോക്കുക, കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് ഡിക്ലറേഷൻ. ഇത് വായിച്ച് നോക്കിയിട്ട് ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്സ്. അടുത്തത് പേയ്മെൻറ്റ്, എവിഡൻസ് അപ്ലോഡ്. ഇത് 2 സ്റ്റെപ്പുകളാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇവിടെ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഉചിതമായി തിരഞ്ഞെടുക്കാം. ഞാൻ 1ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യണം. അടുത്തത് ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ്. നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്. സ്റ്റെപ്പ് പേയ്മെൻറ്റ്, കണ്ടിന്യൂ കൊടുക്കുന്നു. ആദ്യത്തെ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് 324 GBP എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ ടോട്ടൽ എമൗണ്ട് 324, കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ നിങ്ങളുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് ആപ്ലിക്കേഷൻ ആപ്പിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരും, അവിടെ അപ്രൂവ് കൊടുക്കുക. പേയ്മെൻറ്റ് കൺഫേം ആയി. ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി റെഫറൻസ് നമ്പർ സഹിതം കാണും, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നു, കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്തത് എവിഡൻസ് അപ്ലോഡ്, കണ്ടിന്യൂ ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ മെയിൽ വഴി കോൺടാക്റ്റ് ചെയ്യും. 8 മുതൽ 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിസ സക്സസ്ഫുൾ ആവും. നമുക്കത് നോട്ടിഫിക്കേഷൻ ഇമെയിൽ വഴി അറിയിക്കും. വീണ്ടും ഇവിടെ സൈൻ ഇൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിഡൻസ് അപ്ലോഡ് എന്നുള്ളത് കംപ്ലീറ്റഡ് കാണിക്കും. ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ റിസീവ്ഡ് ചെയ്യുന്ന മുന്നേ മെയിൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ മുന്നേ കാണിക്കും. പിന്നെ അതിന് സക്സസ്ഫുൾ എന്ന് മെയിൽ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.